പ്രിയപ്പെട്ടവരെ നമസ്കാരം. നാളെ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണല്ലേ. സോ ഇന്ന് ഇമ്പോർട്ടൻസ് ഓഫ് യോഗ എന്താണെന്ന് നോക്കിയാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ യോഗയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. നമുക്കൊരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാനും ഒരു കാമർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും ഒക്കെ യോഗ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത്ത്, ഫോക്കസ്, ഇന്നർ പീസ്, ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ്, ഇതിനെല്ലാം നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് യോഗ. എല്ലാവർക്കും അറിയാലോ. സോ വാട്ട് ആർ ദ റിയൽ ഇമ്പോർട്ടൻസ് ഓഫ് യോഗ? ഇത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. യോഗ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്ര ആരോഗ്യത്തിനുള്ള മികച്ച ജീവിത ശൈലി പരിശീലനമാണ്. ഇതൊരു പ്രാക്ടീസ് ആണല്ലേ, എവറിഡേ പ്രാക്ടീസ് ആണ് എന്ന് തന്നെ പറയാം. ഇതൊരു പഴയ പ്രാക്ടീസാണ്. ഇറ്റ് കമ്പൈൻസ് ഫിസിക്കൽ പോസ്റ്റേഴ്സ്, ബ്രീത്തിങ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ ടു ഇംപ്രൂവ് ഓവറോൾ വെൽബീയിങ്. ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻക്ലൂഡ് ഇംപ്രൂവ്സ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനും യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും? ഇറ്റ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്, എൻഹാൻസസ് ബാലൻസ് ആൻഡ് പോസ്ചർ. നമ്മുടെ ബാലൻസും പോസ്റ്ററും ഒക്കെ ശരിക്കും ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേശികളുടെയും സന്ധികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ശരീരവേദനകളും ക്ഷീണവും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ മാനസികാരോഗ്യം എങ്ങനെയാണ് യോഗ മെച്ചപ്പെടുത്തുന്നത്? നമ്മുടെ ആങ്സൈറ്റി, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി അതൊക്കെ വരുമ്പോൾ അത് കുറയ്ക്കുന്നു. മനസ്സിന് ശാന്തതയും സമാധാനവും നൽകുന്നുണ്ട്. ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ പോസിറ്റീവ് ചിന്തകൾ വളർത്താനും യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോഗയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യോഗ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് നർച്ചേഴ്സ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്, ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് ലീഡ് ഹെൽത്തിയർ, ഹാപ്പിയർ ആൻഡ് മോർ ബാലൻസ്ഡ് ലൈഫ്സ്. Even practicing yoga for 15 to 30 minutes daily can improve your health condition. It can provide significant benefits. ഇപ്പോൾ യോഗ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഇൻസ്പിറേഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ജസ്റ്റ് ബി അവെയർ അബൌട്ട് എവറിഥിങ് അറൗണ്ട് യു അബൌട്ട് യോഗ. യോഗേനെ പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാത്തിനെയും പറ്റി ഒന്ന് അവെയർ ആയിരിക്കാം. യോഗ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഇറ്റ് ബൂസ്റ്റ് എനർജി ആൻഡ് ഇമ്മ്യൂണിറ്റി, ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ, എൻഹാൻസസ് ഓക്സിജൻ സപ്ലൈ ടു ദ ബോഡി, സപ്പോർട്ട്സ് സ്ട്രോങ്ങർ ഇമ്മ്യൂൺ സിസ്റ്റം, ഇൻക്രീസ് ഓവറോൾ എനർജി ലെവൽസ്. യോഗ എൻകറേജസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കാനായിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഉറക്കത്തിന് സഹായിക്കുന്നുണ്ട്. നമുക്ക് ചില ആളുകൾക്ക് ഉറക്കക്കുറവ്, മാനസികാസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ യോഗ പരിശീലിക്കുമ്പോൾ ഒരുവിധം ശരിയായി വരുന്നെന്ന് പറയുന്നു. നമ്മൾക്ക് ആഴത്തിലുള്ള ഒരു വിശ്രമം ഉറപ്പാക്കി നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആത്മനിയന്ത്രണവും ആത്മബോധവും വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ ശീലങ്ങൾ രൂപപ്പെടുത്താൻ യോഗ സഹായിക്കുന്നു. ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും ബാലൻസ്, അതുപോലെ ഹാപ്പിനെസ്സും യോഗ നൽകുന്നുണ്ട്. യോഗ എന്ന് പറഞ്ഞ ഒരു വ്യായാമം മാത്രമല്ല, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആരോഗ്യം നൽകുന്ന ഒരു സമഗ്ര ജീവിത ശൈലിയാണ്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് യോഗ പരിശീലിക്കുന്നത് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തിലേക്ക് നയിക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് യോഗ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായതെന്ന് ഏകദേശം ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇത് അതിൻ്റെ ഒരു റിമൈൻഡർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നാളെ യോഗ ഡേ ആണ്. സോ നമ്മൾ യോഗ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുക്കുക. ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുക, സിമ്പിൾ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യണത് വളരെ നന്നായിരിക്കും. ഞാൻ യോഗ പഠിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ഇടയിൽ വെച്ച് നിർത്തി, വീണ്ടും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ നമസ്കാരമൊക്കെ 24 ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം സ്ട്രെച്ചിങ് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള യോഗ പ്രാക്ടീസ് എല്ലാവരും ചെയ്യാം. ഇന്ന് മുതൽ യോഗ ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ, ജിത.